ഗുരുവായൂരപ്പനെ കണ്ട പ്രതീതി എന്ന് പറയുമ്പോൾ അവരോട് ഓൺ ദ സ്പോട്ട് പറയുന്നത് അമ്മയെ പരാശക്തിയെ കണ്ട പോലെ എനിക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ. കാരണം അവരുടെ ജ്ഞാനം കൊണ്ടും അവരുടെ എന്താ പറയുക ഉയർച്ച കൊണ്ടുമാണ് അവർക്ക് എന്നിൽ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുന്നത്. കാരണം എല്ലാത്തിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്നതാണ് സനാതനധർമ്മം. ഓരോ വസ്തുവിലും ഈശ്വരൻ ഉണ്ടെന്നാണ്. എനിക്ക് അത് അവരെന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴേ എനിക്ക് അങ്ങോട്ട് പറയാൻ തോന്നണം അല്ലേ. അതെ. അവർക്ക് എന്നെ കാണുമ്പോഴേ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അവർ അത്രയും ഹൈറ്റ്സിലാണ് നിൽക്കുന്നത്. അവരുടെ ഉള്ളിൽ ഭഗവാൻ അത്രയും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മളൊക്കെ ആ പാതയിലായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഉദ്ധവന്റെ കഥ പറയും ഭാഗവത്തിൽ. അദ്ദേഹം ഗോപികമാരെ കാണുന്ന സമയത്ത് അദ്ദേഹം നന്ദഗോപരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വരികയാണ്. ആ സമയത്ത് ഗോപികമാർ ഭഗവാനെ കാത്തു നിൽക്കുന്നത് കാണാം. എല്ലാ ദിവസവും കാത്തു നിൽക്കും വൃന്ദാവനത്തിൻ്റെ അതിർത്തിയിൽ ഭഗവാൻ പോയപ്പോൾ തൊട്ടിട്ട്. അപ്പോൾ ഉദ്ധവൻ കാത്തു നിൽക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഭക്തി അദ്ദേഹത്തിന് ബോധ്യപ്പെടും. കുറേ ഉണ്ട് അത്. ഉദ്ധവദൂത് എന്ന് പറഞ്ഞിട്ട് ഭാഗവത്തിൽ പറയും. അതിൽ ഈ ആദ്യം കരുതുക ഈ ഗോപസ്ത്രീകൾ എന്ന് പറയുന്നവർ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്, വേദാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്. ഈ പശുവിനെ കറക്കുക ഇതൊക്കെയാണ് അവരുടെ ജോലി. ഇവർക്ക് ഭക്തിയോ എന്നൊരു ധാരണ പലർക്കും തോന്നുമല്ലോ. ഈ നിരക്ഷരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഭക്തി കണ്ട ഉദ്ധവൻ ചെയ്യുന്നത് അവരുടെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ അദ്ദേഹം കടന്ന് ഉരുണ്ടു എന്നാണ്.